ജനങ്ങൾ തള്ളിയ രാഷ്ട്രീയത്തിന് വീണ്ടും പൊന്നാട അണിയിക്കാൻ CPM ഇറങ്ങുമ്പോൾ കേരളം ചോദിക്കുകയാണ്, ഈ തോൽവിയിൽ നിന്ന് പാർട്ടി ഒന്നും പഠിച്ചില്ലേ എന്ന്. പിണറായി വിരുദ്ധതയും ഭരണവിരുദ്ധ വികാരവും പാർട്ടി അണികളുടെ പ്രതിഷേധവും വോട്ടായി മാറിയപ്പോൾ പോലും തോൽവിക്ക് പിണറായി കാരണമല്ല എന്ന് പറഞ്ഞ് നേതൃപൂജ തുടരുന്ന CPM. അപ്പോൾ ചോദ്യം ഇതാണ്, പിന്നെ ആരാണ് ഉത്തരവാദി? വോട്ട് ചെയ്ത് തോൽപ്പിച്ചവരോ? തോറ്റ ക്യാപ്റ്റനെ തന്നെ വീണ്ടും മുന്നിൽ നിർത്തി പ്രതിപക്ഷത്തെ നയിപ്പിക്കുമ്പോൾ CPM പുതിയ രാഷ്ട്രീയമല്ല കാണിക്കുന്നത്, പരാജയത്തെ പോലും അംഗീകരിക്കാത്ത അഹങ്കാരമാണ്. ഒരു കാലത്ത് ആത്മപരിശോധനയുടെ പാർട്ടി എന്ന് വിശേഷിപ്പിച്ച CPM ഇന്ന് എത്തി നിൽക്കുന്നത് നേതാവിനെ ചോദ്യം ചെയ്യരുത് എന്ന അവസ്ഥയിൽ. പുതിയ തലമുറയില്ല, ജനസ്വീകാര്യതയുള്ള മറ്റൊരു മുഖമില്ല. ജനഹിതത്തിന്റെ തിരമാലയിൽ ഉയർന്ന് VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലെത്തിയപ്പോൾ ജനങ്ങൾ നിരസിച്ച പിണറായി ഇനി പ്രതിപക്ഷത്തിന്റെ നാവാകുന്നു. മുഖം നഷ്ടപ്പെടുമ്പോഴും പാർട്ടി മുഴുവൻ ഒരാളിൽ ഒതുങ്ങുന്നു. വേറൊരാളെ പ്രതിപക്ഷ നേതാവാക്കാൻ CPM-ൽ ഇല്ലേ? ഇതാണ് ഇന്നത്തെ ഏറ്റവും കടുത്ത രാഷ്ട്രീയ ചോദ്യം. VD സതീശനെ നേരിടാൻ പിണറായി വിജയന് ആവും.